ഹലോ, വെൽക്കം ബാക്ക്. ഞാനുണ്ടല്ലോ നമ്മളെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലെ ഒരു ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് കമൻറ്റ് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ചതക്കണ്ട, അതൊന്ന് ഒരു ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. പിന്നെ ഒരു പാന് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല, ജസ്റ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു 3 വലിയ ഉള്ളി ഒന്നും അധികം ഇടുന്നില്ല, 3 വലിയ ഉള്ളി, ഒരു 2 തക്കാളി, പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അല്ലേ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. മുളക് പൊടി ചേർക്കുന്നില്ല, അപ്പം നമുക്ക് എരിവ് എത്രയോ വേണ്ടത് അതിനനുസരിച്ചില്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പച്ചമുളകാണ് കൂട്ടുന്നത് വെച്ചാൽ അതും കൂട്ടി കൊടുക്കുക. പിന്നെ ബിരിയാണി മസാല 1 ടീസ്പൂണ് ബിരിയാണി മസാല, നമ്മൾ കഴുകി വെച്ച ചിക്കനും, ഒരു 3 സ്പൂൺ ഇട്ടോ, 3 ടീസ്പൂണ് തൈരും, ഒരു ഫുൾ നാരങ്ങൻ്റെ നീരെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പും പുതിനി അരിഞ്ഞു വെച്ചത്. മല്ലിച്ചപ്പ് എപ്പോഴും കൂടുതൽ എടുക്കണം കേട്ടോ. പുതിന മല്ലിച്ചപ്പിൻ്റെ പകുതി എടുത്താൽ മതി, മല്ലിച്ചപ്പാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അതും ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ജസ്റ്റ് ഒന്ന് കുഴക്കാനില്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾക്ക് കൈ കൊണ്ടൊന്ന് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റോടെ മൂടി വെക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ മൂടി വെക്കാം കേട്ടോ. അങ്ങനെ തീ കത്തിക്കാതെ മൂടി വെക്കാം. ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് ചൂടാക്കി ഒരു ഉള്ളി അരിഞ്ഞതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഉള്ളി നല്ല കനം കുറച്ച് അരിയണം കേട്ടോ, അപ്പോഴേ നമുക്ക് എല്ലാം ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. പിന്നെ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത് നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന നെയ്ച്ചോറാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. എനിക്ക് ഇതാണ് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ക്യാരറ്റ് പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ കേട്ടോ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ നെയ്ച്ചോറാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് റൈസിനായിട്ട് ഇതൊക്കെ ഒന്ന് കോരിയിട്ട് ഒരു 2 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടൊന്ന് പൊട്ടിക്കുക. അതിലോട്ട് നമ്മൾ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ബേ ലീഫ് ചേർത്താൽ നമ്മൾ റൈസ് നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. ബിരിയാണിക്കൊക്കെ നല്ല സ്മെല്ലേക്കാരം. അപ്പോൾ നമ്മളൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെള്ളം ഇവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്, ഇരട്ടി വെള്ളം എടുത്തിട്ടില്ല. നമുക്ക് ബിരിയാണി ദമ്മിൽ കിടക്കുമ്പോൾ കുറച്ച് വേവാനില്ലേ, നമ്മൾ സാധാ നെയ്ച്ചോറിൻ്റെ അത്ര വേവിക്കണ്ടല്ലോ ഇതിന്, അതുകൊണ്ടാണ് ഇരട്ടി വെള്ളം എടുക്കാത്തത്. ഇനി നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. നമ്മൾ ജീരകശാലൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഏറ്റവും നല്ലത് ജീരകശാല, കയമ്മ ഒക്കെ കേട്ടോ നല്ലത്. നമ്മൾ പിന്നെ കല്യാണ വീട്ടിലത്തെ അതൊക്കെ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഇതന്നെ ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ ബസുമതി അരി ഉപയോഗിച്ചാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കാം. നമ്മൾ വെള്ളം വറ്റി ഒന്ന് റൈസിൻ്റെ ഒപ്പമായി വരുന്നത് വരെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളെ റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി ചെറിയ തീയിലൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റും കൂടി ചെറിയ തീയിലൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി തുറന്ന് നമുക്ക് ദമ്മിടാം. ദമ്മിനുള്ള പരിപാടി നോക്കാം. അത് കണ്ടോ, ഇതിൻ്റെ വേവ് ഇതൊന്ന് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഒട്ടാൻ പാടില്ല കേട്ടോ. അങ്ങനെ കട്ട കുത്തിയിട്ട് ഒട്ടാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളെ അരി എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നിങ്ങനെ നമ്മൾ നല്ലോണം വെന്തിട്ടുണ്ടാകാൻ പാടില്ല. ഒരു ചെറുതായിട്ടൊരു പൊട്ടണ രൂപത്തിലൊക്കെ ആവണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴുള്ളൂ ഇത് നല്ലപോലെ കിട്ടുക. അത് ഞാൻ നമ്മൾ ഫോയിൽ പേപ്പറും ഒന്നും വെക്കാതെയാണ് ദമ്മിടുന്നത്. ജസ്റ്റ് നമ്മളെ മസാലൻ്റെ മുകളിലോട്ട് ഈ റൈസ് ഇട്ടു. ഫോയിൽ പേപ്പറൊന്നും വെക്കാതെ റൈസ് നേരിട്ടിടുമ്പോഴാണ് കേട്ടോ നമ്മൾ റൈസിന് നല്ല സ്മെല്ലൊക്കെ കിട്ടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് റൈസ് മസാലയിൽ ഉണ്ടാവുമെന്നുള്ളൂ, അല്ലാതെ ടേസ്റ്റിന് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക്
ദമ്മിടുക. അതിനായിട്ട് കുറച്ച് ചോറ് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കാഷ്നട്ടും ക്യാരറ്റും പിന്നെ കുറച്ച് മല്ലിയിലയും ഇടുക. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ചോറ് ഇടുക കേട്ടോ. ഓരോ ലെയറായി നമുക്ക് എത്രത്തോളം ചോറുണ്ടോ അത്രക്ക് ലെയറായിട്ട് ഇടയിൽ ഇങ്ങനെ ഇതിട്ട് കൊടുക്കണം കേട്ടോ. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. നമുക്ക് ഓരോ ലെയറിലും നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഇതൊക്കെ അല്ലേ അത് ഇട്ട് കൊടുക്കണം. അപ്പോഴുള്ളൂ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അതിൽ കിട്ടുക. അങ്ങനെ നമ്മൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസൊക്കെ അല്ലേ ഉള്ളിയും ക്യാരറ്റും എല്ലാം നേരത്തെ ഇട്ടത് അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു മണിക്കൂർ ദമ്മിടണം കേട്ടോ. 1 മണിക്കൂർ ഇട്ടാലുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ശരിക്ക് കിട്ടുക. ഒരു 7 മിനിറ്റ് നല്ല തീയിൽ ആവിയൊക്കെ മുകളിലോട്ട് വരുന്നത് വരെ നല്ല തീയിൽ വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് ബാക്കി 50 മിനിറ്റ് 1 മണിക്കൂർ തന്നെ മാക്സിമം കഴിയുന്നതും വെക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടുക. 50 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് തുറക്കാതെ അവിടെ ദമ്മിടണം കേട്ടോ. എന്നിട്ട് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് തീ ഓഫ് ചെയ്യട്ടോ. തീ ഓഫ് ചെയ്ത പാടെ തന്നെ അടപ്പ് തുറന്ന് ദമ്മ് പൊട്ടിക്കാൻ പാടില്ല. തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. ബിരിയാണി നല്ല ചൂട് കൊടുക്കനെ സെർവ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചൂടൊന്ന് ആറിയിട്ട് ദമ്മ് പൊട്ടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും കേട്ടോ. റൈസൊക്കെ നല്ലോണം ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കും കേട്ടോ.